നമസ്കാരം. ശരിക്കും ഞെട്ടിച്ചളഞ്ഞു. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കാത്തിരുന്ന വോട്ടർമാരെയും ഞെട്ടിക്കുന്നൊരു പ്രഖ്യാപനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വെറും 24 ദിവസങ്ങൾക്കപ്പുറത്ത് നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം. കേരള നിയമസഭയിലേക്ക് ഒരു മൂന്നാം പിണറായി സർക്കാർ വരുമോ എന്ന ചിന്തയിൽ അല്ലെങ്കിൽ ചർച്ചയിൽ കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ ചർച്ച കൊഴുക്കുന്നതിനിടയിലേക്കാണ് പ്രഖ്യാപനം വരുന്നത്. പ്രഖ്യാപനം വരുമ്പോഴുള്ള കാര്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങണം ഉടൻ തന്നെ എന്നുള്ളതാണ്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ സമ്പൂർണ്ണമായി തീരുമാനിക്കുന്ന ചർച്ച അവസാനിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലവിലുണ്ടായിരുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ മുന്നോട്ട് വെക്കേണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയങ്ങൾ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നും മാറ്റി മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളത് മുന്നണികളുടെ മുമ്പിലുള്ള പ്രധാന അജണ്ടയായിരുന്നു. അതിലേക്കൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ടാവും എന്നുള്ള പ്രതീക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം അപ്പുറത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് വലിയൊരു ആഘാതം സൃഷ്ടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വന്നത്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോയുമായി വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള കേരള രാഷ്ട്രീയ ചൂടൻ സാഹചര്യം എന്താണ് എന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ മേൽക്കൈ നേടാനുള്ള പ്രയത്നങ്ങളിൽ ആർക്കാണ് പ്രതീക്ഷ കൂടുതൽ ഉണ്ടാവുന്നത് എന്നുമൊക്കെ നോക്കാം എന്ന് വിചാരിച്ചാണ് വന്നത്. ആദ്യം തെരഞ്ഞെടുപ്പ് തീയതികളുടെ കാര്യമാണ്. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി മാർച്ച് 23 സൂക്ഷ്മ പരിശോധന മാർച്ച് 24, പിൻവലിക്കാനുള്ള തീയതി 26, വോട്ടെടുപ്പ് ഏപ്രിൽ 9, മെയ് 4 റിസൾട്ട്. മെയ് 4 വരെ നീളുന്ന ഒരു മാസം മുഴുവനില്ലെങ്കിലും അത്രത്തോളം തന്നെ കാലയളവ് വോട്ട് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടിന് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി നമുക്ക് എന്താണ് വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള കേരളത്തിലെ സാഹചര്യം എന്നുള്ളതാണ്. ഒരു പ്രധാന കാര്യം, തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ചർച്ച CPIM ഏകദേശം LDF എല്ലാ വിഭാഗം കക്ഷികൾ അടക്കം അവസാനിപ്പിച്ചിരുന്നു. ഏകദേശ നിഗമനത്തിലേക്ക് അവർ എത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് നീണ്ടുപോകും എന്നുള്ള പ്രതീക്ഷയിൽ പ്രഖ്യാപനം അങ്ങോട്ട് മാറ്റിവെച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഉടനെ CPIM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. 86 സീറ്റാണ് CPM മത്സരിക്കുന്നത്. 81 സീറ്റുകളിൽ പ്രഖ്യാപിച്ചു. 56 MLA-മാർ മത്സരിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ CPIയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 4 മന്ത്രിമാർ K. രാജൻ, P. പ്രസാദ്, ചിഞ്ചു റാണി, GR അനിൽ എന്നീ മന്ത്രിമാർ ഉൾപ്പെടെ മത്സരിക്കുന്നുണ്ട്. ഈ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി പട്ടിക അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക CPMന്റെ പ്രത്യേകിച്ചും പ്രധാന ഊന്നൽ കൊടുത്തിട്ടുള്ളത് ജയസാധ്യതയ്ക്കാണ് എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലെ പ്രഖ്യാപിക്കപ്പെട്ട പേരുകൾ നോക്കിയാൽ മനസ്സിലാകും. അതായത് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന, വലിയ ചർച്ചകൾക്കിടവയ്ക്കുന്ന ഒന്നോ രണ്ടോ സ്ഥാനാർത്ഥികൾ എന്നതിനപ്പുറത്ത് ഒന്നിലധികം സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള വലിയ ചർച്ചകൾക്കിടയാക്കുന്ന സ്ഥാനാർത്ഥികൾ എന്നുള്ള അപ്പുറത്ത് ദോഷമുണ്ടാക്കാത്ത, അതേസമയം തന്നെ മുഖ്യധാര മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ പ്രാധാന്യമൊന്നും ഉണ്ടാകാൻ ഇടയില്ലാത്ത തരത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ്. 1-2 പ്രശ്നങ്ങളിലേക്കുള്ള സാധ്യതകൾ അവരതിനകത്ത് അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയുമുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് സ്ഥാനാർത്ഥി പ്രത്യേകതകൾ കൂടി പരിശോധിച്ച് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥാനാർത്ഥികളെ നോക്കിയാൽ ഇപ്പോൾ അങ്ങേയറ്റത്ത് ഡോക്ടർ VPP മുസ്തഫയെ പോലെയുള്ള പൊളിറ്റീഷ്യനായിരിക്കെ തന്നെ അക്കാഡമീഷ്യൻ കൂടിയായിട്ടുള്ള ഡോക്ടർ VPP മുസ്തഫയെ പോലുള്ളവർ തൃക്കരിപ്പൂർ സ്ഥാനാർത്ഥികൾ ഉണ്ട്. അതോടൊപ്പം തന്നെ U. ഷറഫ് അലിയെ പോലെ ദേശീയ ശ്രദ്ധ നേടിയ വലിയ ഹീറോ ആയി വിളങ്ങിയ കേരള ഫുട്ബോളിലെ തിളങ്ങുന്ന താരം U. ഷറഫ് അലി വരുന്നുണ്ട്. അദ്ദേഹം നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി വരുന്നുണ്ട്. ഒപ്പം CPIയുടെ ആലങ്കോട് ലീലാകൃഷ്ണൻ തൃശ്ശൂരിൽ കുറച്ചും കൂടി കടുത്ത മത്സരത്തിന് ഇടവരുത്തിക്കൊണ്ടാണെങ്കിലും ആലങ്കോട് ലീലാകൃഷ്ണൻ, P. ബാലേന്ദ്രനെ മാറ്റി CPIയുടെ ആലങ്കോട് ലീലാകൃഷ്ണനെയാണ്, കവിയെ ആണ് നിയോഗിച്ചിരിക്കുന്നത്. പത്മജയാണ് BJPയുടെ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു പ്രധാന കാര്യമുണ്ട്. തൃശ്ശൂരിൽ നേരിട്ടുള്ള LDF BJP മത്സരത്തിന് അരങ്ങൊരുങ്ങുമോ എന്നുള്ളതാണ് സംശയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആകാംക്ഷയാണ് ബാക്കിയാവുന്നത്. UDFന്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ആണ്. പിന്നീട് എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെയാണ് നിലവിലെ അവസ്ഥ. ഒപ്പം ഗായിക ദലീമ ഉണ്ട്, അരൂരിൽ ദലീമയുണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്ഥാനാർത്ഥികൾ നിലവിലുണ്ട്. അസാധാരണമായിട്ട് മുമ്പൊക്കെ സമീപ 1-2 തെരഞ്ഞെടുപ്പുകളിലൊക്കെ CPMന്റെ അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ സിനിമാ നടനൊക്കെ വരുന്നൊരു പരിപാടിയുണ്ട്. മുകേഷ്, ഇന്നസെൻ്റ്, അത് ലോക്സഭയിലേക്ക് അങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. ഇത്തവണ സിനിമാ നടന്മാരില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു എടുത്തു പറയേണ്ട പ്രത്യേകത. അതേസമയം തന്നെ മറ്റൊരു കോൺഗ്രസിൽ രമേശ് പിഷാരടി പാലക്കാട് മത്സരിക്കാൻ എത്തുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇവിടുത്തെ ക്ഷീണം UDF തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. അത് അവരുടെ പ്രഖ്യാപനം വരുമ്പോൾ നമുക്ക് കാത്തിരിക്കാം. LDFന്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വട്ടിയൂർക്കാവും നിയമവുമാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. നേമത്ത് ശിവൻകുട്ടി വീണ്ടും
ഇറങ്ങുന്നതോടെ പകുതി വെല്ലുവിളിക്ക് അവർക്ക് ആശ്വാസം കിട്ടും. രാജീവ് ചന്ദ്രശേഖറാണ് അവിടെ സ്ഥാനാർത്ഥി. BJPയുടെ നേരിട്ടുള്ള മത്സരമാണ് നിലവിൽ. അതുപോലെ തന്നെ വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് സിറ്റിംഗ് MLA ആണ്, ജനകീയനാണ്, അദ്ദേഹത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ എപ്പോഴും വെല്ലുവിളിയായി തൊട്ടപ്പുറത്ത് BJP ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുചിത്രം ഈ ചെറിയ അനുഭവകാലത്ത് നമ്മൾ നോക്കിയാൽ, BJPയുടെ കടന്നുവരവിന് ശേഷം നോക്കിയാൽ BJPക്ക് സാധ്യത തുറന്നു കിട്ടുന്നത് പലപ്പോഴും കോൺഗ്രസിൻ്റെ രണ്ടാമത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ ദുർബലമായ അവസ്ഥയിൽ നിന്നാണ്. അത് മുമ്പ് നേമത്ത് O രാജഗോപാൽ ജയിച്ചു പോയ മത്സരം നമുക്ക് ഓർമ്മയുണ്ട്. ചാരുപാറ രവിയെ പോലെ ഘടകക്ഷിക്ക് നീക്കിവെച്ച ഒരു മണ്ഡലമായിരുന്നു. അപ്പോഴാണ് O രാജഗോപാൽ ജയിക്കുന്നത്. പിന്നീട് K മുരളീധരനെ അവർ കൊണ്ടുവരുന്നു. ശക്തനായ ജയിക്കാൻ വേണ്ടിയുള്ള സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും LDFന് കയറി വരാൻ, അതായത് കോൺഗ്രസിൻ്റെ വോട്ട് BJPയിലേക്ക് പോവില്ല. കോൺഗ്രസിന് ശക്തമായ സ്ഥാനാർത്ഥി വന്നാൽ കോൺഗ്രസിൽ നിന്ന് കിട്ടും എന്നുള്ള അവസ്ഥയിലേക്ക് മണ്ഡലം എത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസ് ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമോ ശക്തനായ ഒരു സ്ഥാനാർത്ഥി നിർത്തുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു ആകാംക്ഷ. ഇപ്പോൾ ശബരിനാഥിനെ പോലെ ഒരാളെ കൊണ്ടുവരുന്നു എന്നൊക്കെ വാർത്തകളിൽ കാണുന്നു. അതേസമയം മറ്റ് ചില ആളുകളുടെ, ദുർബലമായ ആളുകളുടെ പേര് മറ്റൊരു സ്ഥലത്ത് കാണുന്നു. ദുർബലം എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് താരതമ്യേന സ്റ്റേറ്റ് പൊളിറ്റിക്സിനെ അപേക്ഷിച്ചിട്ടാണ്, അല്ലാതെ അവരുടെ വ്യക്തിപരമായ ദുർബലമല്ല, കഴിവുള്ള ആളുകൾ തന്നെ ആയിരിക്കും. പക്ഷേ അപ്പോൾ സംഭവിക്കുന്നത് UDFൻ്റെ വോട്ട് ചോർച്ച സംഭവിക്കുകയും അങ്ങനെ BJPയെ പരാജയപ്പെടുത്താൻ LDFന് കഴിയാത്ത വിധം അവർക്ക് കടന്നു കയറാൻ കഴിയുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ്. അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളതാണ്. ശിവൻകുട്ടി വരുമ്പോൾ അപ്പുറത്ത് ശബരിനാഥനെയോ മുരളീധരനെയൊക്കെ പോലെ കരുത്തനായ ഒരാൾ വന്ന് ജയിക്കാൻ വേണ്ടി കോൺഗ്രസ് മത്സരിക്കുമ്പോൾ അവിടെ LDFന് നിലവിൽ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസ് തോൽക്കാൻ വേണ്ടി മത്സരിക്കുമ്പോൾ BJPക്ക് സാധ്യത തുറന്നു കൊടുക്കും എന്നുള്ളതാണ്. VK പ്രശാന്തിനെ R ശ്രീലേഖ ആണ്, മുൻ DGP ആണ് BJPക്ക് വട്ടിയൂർക്കാവിലുള്ളത് എന്നുള്ളതാണ്. എന്നാൽ സ്വതന്ത്രർ ഉണ്ട്, LDFന് നിരവധി സ്വതന്ത്രരുണ്ട്. അതും കൂടി നമുക്ക് നോക്കാം. സ്വതന്ത്രരുടെ എണ്ണം നിരവധിയുണ്ട്. അതിൽ തന്നെ കുന്നമംഗലം PT റഹീം, താനൂർ V അബ്ദുറഹ്മാൻ, വെങ്ങര മുഹമ്മദ് സബാഹ്, കുണ്ടുപുഴക്കൽ, നിലമ്പൂർ നേരത്തെ പറഞ്ഞു U ഷറഫ് അലി, തവനൂർ KT ജലീൽ, ചവറ ഡോക്ടർ സുജിത്ത് വിജയംപിള്ള തുടങ്ങിയ സ്വതന്ത്രന്മാരുണ്ട്. അതായത് ചിഹ്നത്തിലല്ല അവർ മത്സരിക്കുക. CPMൻ്റെ ആയിരിക്കും, CPM സ്വതന്ത്രരായിട്ട്. കൊടുവള്ളി, കോട്ടക്കൽ, കൊണ്ടോട്ടി, തിരൂർ, പാലക്കാട് എന്നിവ ഒഴിച്ചിട്ടുണ്ട്. പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം ഉപതെരഞ്ഞെടുപ്പിൽ സൈരിൻ വന്നതാണ്. അവിടെ രമേശ് പിഷാരടിയാണെന്ന് കേൾക്കുന്നു. LDF മറ്റാരെയോ പ്രതീക്ഷിച്ച് പ്രഖ്യാപിക്കാൻ കാത്തിരിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. അത് എങ്ങനെയുള്ള ആൾ സ്ഥാനാർത്ഥിയാണ് എന്നത് നമുക്കറിയില്ല. ഒന്നിലധികം പേരുകൾ അവർ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എതിരാളിയെ കൂടി അറിഞ്ഞ് പ്രഖ്യാപിക്കാനാണോ എന്ന് നമുക്കറിയില്ല. ഈ സ്വതന്ത്രരുടെയും അടക്കമുള്ള ഇത് നോക്കുമ്പോൾ ഞാൻ ഏറ്റവും ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നൊരു മത്സരമുണ്ട്. അത് വേങ്ങര മണ്ഡലത്തിലെ മത്സരമാണ്. വേങ്ങരയിൽ സഭാ കുണ്ടുപുഴക്കലാണ് സ്ഥാനാർത്ഥി, LDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു വേങ്ങലിൽ നിലവിലെ MLA. PK കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹം മലപ്പുറത്തേക്ക് പോകാൻ പോകുന്നു എന്നൊരു കഥ കേൾക്കുന്നുണ്ട്. വാർത്തയിൽ ഏകദേശം വിശ്വസനീയമായ നിലയിൽ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ ഈ വാർത്ത വന്നപ്പോൾ ഞാൻ തപ്പി നോക്കിയതാണ് എന്തുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വോട്ട് എന്നല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് നോക്കിയപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി പോകുന്നത് വെറുതെ അല്ല എന്ന് മനസ്സിലായത്. ഇപ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടി നോക്കിയപ്പോൾ അവിടെ ഒരു ഏറ്റവും ആകാംക്ഷയുള്ളൊരു മത്സരമായി വേങ്ങര മാറും. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അല്ലെങ്കിൽ LDFൻ്റെ സ്ഥാനാർത്ഥി PGG ആയിരുന്നു. അവർ രണ്ടുപേരും മത്സരിക്കുമ്പോൾ അതിനിടയിൽ ഒരു സ്വതന്ത്രനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ വോട്ട് നില നോക്കുമ്പം അയാളുടെ പേരാണ് ഈ സബാഹ്. 11,235 വോട്ട് ഒറ്റയ്ക്ക് നേടിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 30,596 സബാഹിൻ്റെ വരവോടെ LDF അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥിയായി വരുമ്പം അതൊരു വലിയ ആനുകൂല്യം അവർക്കായി മാറും. അതിൻ്റെ കൂടി കടുത്ത മത്സരം കാഴ്ചവെക്കാൻ അതിൻ്റെ കൂടി ഭാഗമായിട്ട് അവർക്ക് കഴിയും. പണ്ട് PV അൻവർ ഇങ്ങനെയായിരുന്നു. നേരത്തെ പല മത്സരങ്ങളിൽ സ്വതന്ത്രനായി നിന്ന് 10,000-15,000 വോട്ട് സംഘടിപ്പിച്ച് 2-3 തെരഞ്ഞെടുപ്പ് കഴിയുമ്പം LDFൻ്റെ സ്വതന്ത്രനായി അവിടെ വരികയാണ്. ഒരു ലോക്സഭ തെരഞ്ഞെടുപ്പൊക്കെ ഓർമ്മയുണ്ടാവും. അതിനുശേഷം അങ്ങനെ PV അൻവർ നിലമ്പൂർ അങ്ങനെ LDFലേക്ക് മാറുകയാണ്. ഇത്തവണ വേങ്ങരയിൽ അങ്ങനെ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അതിലും കൂടിയ വലിയ മാർജിനിലെ ഭൂരിപക്ഷം കുഞ്ഞാലിക്കുട്ടിക്കുണ്ട് എങ്കിൽ പോലും ഈ ഒരു സ്വതന്ത്രനായി 11,000 വോട്ട് നേടുക എന്നുള്ളത് അത്ര ചില്ലറ കാര്യമല്ല. അയാൾക്ക് കാര്യമായ എന്തോ പ്രത്യേകതയുണ്ട്. അത് LDF അനുകൂലമാക്കാൻ ശ്രമിക്കുന്നു. അതെങ്ങനെയാണ് എന്ന് നമുക്ക് വേങ്ങരയിലെ തെരഞ്ഞെടുപ്പിനെ ആകാംക്ഷയോട് ഉറ്റുനോക്കാനുള്ള ഒരു കാരണം ആവുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കാരണം കൊണ്ട് ശ്രദ്ധേയമാകുന്ന 3 മണ്ഡലങ്ങളുണ്ട്. അതിലൊന്ന് പേരാവൂരാണ്. KK ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയാവുന്ന പേരാവൂർ മുമ്പ് അവർ ജയിച്ച് വന്ന ആളാണ് ശൈലജ ടീച്ചർ. പിന്നീട് അവർ സേഫായ മണ്ഡലത്തിലേക്ക് മാറുന്നത് കാണുന്നുണ്ട്. ഇത്തവണ വീണ്ടും അവർക്ക് ആ നിയോഗം തന്നെ കിട്ടിയിരിക്കുകയാണ്, പാർട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന് പല രാഷ്ട്രീയ മാനങ്ങൾ
മാധ്യമ വ്യാഖ്യാനങ്ങളിലൂടെ വരുന്നുണ്ട്. അവരെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ്, തോൽപ്പിക്കാനാണ് എന്നൊക്കെയുള്ള മാധ്യമ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് എങ്കിൽ പോലും പേരാവൂരിൽ ഒരു തവണ ജയിച്ച ആളെന്നുള്ള നിലയിലും കെ ശൈലജ ടീച്ചറുടെ പൊതുവായ പാൻ കേരള ലെവലിൽ തന്നെ അവർക്ക് നിലവിൽ പഴയ ശൈലജയല്ല പുതിയ ശൈലജ, ആ തരത്തിലുള്ളൊരു സ്വീകാര്യത, അവരുടെ ഇമേജിലുണ്ടായ വലിപ്പം കൂടി പരിഗണിച്ചുകൊണ്ട് പേരാവൂരിൽ അവരെത്തുമ്പോൾ അത് വലിയൊരു കടുത്ത മത്സരത്തിനുള്ള അവസരമായി മാറുകയാണ്. എന്തുകൊണ്ടാണ് കടുത്ത മത്സരം എന്ന് എതിർ സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിക്കുമ്പോഴാണ് മനസ്സിലാവുക. സണ്ണി ജോസഫാണ് നിലവിൽ MLA, KPCCയുടെ പ്രസിഡന്റാണ്. സണ്ണി ജോസഫ് അവിടെ മത്സരിച്ച് കെ ശൈലജ സണ്ണി ജോസഫ് മത്സരം വലിയ കൗതുകത്തോടെ ഉറ്റുനോക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തേത് ആലുവയാണ്. ആലുവ അൻവർ സാദത്തിൻ്റെ മണ്ഡലമാണ്. അദ്ദേഹം നിരന്തരമായി ജയിക്കുന്ന, വലിയ ഭീഷണിയൊന്നും ഇല്ലാത്തൊരു മണ്ഡലം. പക്ഷേ അവിടെ ഇത്തവണ LDFിൻ്റെ CPMൻ്റെ സ്ഥാനാർത്ഥി AM ആരിഫാണ്. തോൽക്കാത്ത നിലയിൽ പോരാടുന്ന, നിയമസഭയിലേക്ക് നമുക്കറിയാം ആലപ്പുഴയിലെ CPMൻ്റെ കടുത്ത ഒരു കരുവാണ് ആരിഫിനെ അങ്ങനെ ആലുവയിലേക്ക് വിടുകയാണ് മത്സരിക്കാൻ വേണ്ടി. AM ആരിഫും അൻവർ സാദത്തും തമ്മിലുള്ള മത്സരം ഞാൻ ഉറ്റുനോക്കുന്നൊരു മത്സരമാണ്. മൂന്നാമത്തേതാണ് മറ്റൊരു മത്സരം. മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ C രവീന്ദ്രനാഥിൻ്റെ സാന്നിധ്യത്തിൽ ശ്രദ്ധേയമാകുന്ന മണലൂരാണ്. മണലൂർ അദ്ദേഹം നേരത്തെ ടേം വ്യവസ്ഥയുടെ ഭാഗമായിട്ട് മാറിയെന്നാണ്. ഇപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടി. ഇനി ടേമിൻ്റെ നിബന്ധനയുടെ ഒന്നും പ്രശ്നമില്ലാതെ തന്നെ മൂപ്പരെ മുന്നോട്ട് വെക്കാൻ കഴിയും. അങ്ങനെയാണ് മണലൂരിൽ C രവീന്ദ്രനാഥ് മത്സരിക്കുന്നത്. രവീന്ദ്രനാഥ് മത്സരിക്കുമ്പോൾ അത് സംസ്ഥാന അംഗീകാരമുള്ളൊരു പാൻ കേരള മുഖം, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്ന പ്രധാനപ്പെട്ട 2 പേർ ഇത്തവണയും മത്സരിക്കുന്നു എന്നതാണ്. ഒന്ന് കെ ശൈലജ ടീച്ചർ, രണ്ടാമത്തേത് മണലൂരിൽ മത്സരിക്കുന്ന C രവീന്ദ്രനാഥ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ പ്രസ്റ്റീജിയസ് ആയിരുന്ന, വലിയ മികവ് ആർജിച്ച് വലിയ പ്രശംസയ്ക്കിടയാക്കിയ വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പ് മന്ത്രിമാരായിരുന്നു 2 പേരും. അവർ 2 പേരും മത്സരിക്കുന്നു എന്നുള്ളത് CPMൻ്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു ശ്രദ്ധ ഉയർത്തുന്ന ഒരു കാര്യമാണ്. ഒപ്പം സർവോപരിയായിട്ട് സാക്ഷാൽ പിണറായി വിജയനും മത്സരിക്കുന്നു. പോളിറ്റ് ബ്യൂറോ, ഒരേ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം മത്സരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ 3ാം ടേമിനായിട്ട്, ആ ലീഡർഷിപ്പിൻ്റെ 3ാം ടേമിനായിട്ട് അവർ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പിണറായി വിജയൻ, കെ ശൈലജ, C രവീന്ദ്രനാഥ് തുടങ്ങിയ പഴയ 1ാം പിണറായി സർക്കാരിലെ 3 പേർ മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത ഇവിടെയുണ്ട്. ടേം വ്യവസ്ഥയ്ക്കൊക്കെ വലിയ ഇളവുകൾ ആർജിച്ച് ജയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മത്സരിക്കാനുള്ള സാധ്യതയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഒരു വിവാദ സാധ്യത ബാക്കിയാകുന്നത് തളിപ്പറമ്പ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യ കൂടിയായ PK ശ്യാമള ടീച്ചറുടെ മത്സരമാണ്, സാന്നിധ്യമാണ്. അവർ നമുക്കറിയാവുന്നതുപോലെ തന്നെ മഹിളാ അസോസിയേഷനും CPMൻ്റെയൊക്കെ വലിയ പ്രാദേശികമായി തന്നെ വലിയ വേരുകളുള്ള ഒരു നേതാവാണ്. മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ നേതൃത്വത്തിലുള്ള നേതാവാണ്. ഒപ്പം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കാലത്തെ കാര്യം, ആന്തൂർ പഞ്ചായത്തിലുണ്ടായിരുന്ന വിവാദങ്ങളൊക്കെ നമുക്കറിയാം. അതിനൊക്കെ അപ്പുറത്ത് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ എന്നുള്ള നിലയിലുള്ള ചർച്ചകൾക്ക് സാധ്യത ഉള്ള ഒരാളാണ്. അത്തരത്തിലുള്ള വിവാദത്തിന്, പ്രതിപക്ഷത്തിന് ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വകുപ്പുള്ള ഒരാളാണ്. ഒപ്പം പയ്യന്നൂരിൽ TI മധുസൂദനൻ്റെ സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ CPMൽ നിന്ന് പുറത്തുപോയ കുഞ്ഞികൃഷ്ണൻ ബദലായിട്ട് റിബൽ സ്ഥാനാർത്ഥിയായി വരുമോ, കോൺഗ്രസ് പിന്തുണയോടെ വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവശേഷിപ്പിച്ചുകൊണ്ട് അതിനെ ഒന്നും പരിഗണിക്കാതെ തന്നെ TI മധുസൂദൻ്റെ സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിക്കപ്പെട്ടു എന്നുള്ളതാണ്. PK ശ്യാമള ടീച്ചറുടെയും TI മധുസൂദൻ്റെയും സ്ഥാനാർത്ഥിത്വം എന്തായാലും മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ചകൾക്ക് വകുപ്പുണ്ടാക്കുന്ന കാര്യമാണ് എന്നത് പ്രധാന കാര്യം തന്നെയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ സാഹചര്യം വ്യത്യസ്തമാണ്. അതൊരു വിവാദ സാധ്യത പോലും അടച്ചു കളയുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു എന്നുള്ളതാണ്. വെറും 24 ദിവസത്തേക്കുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് മാത്രം അവസരമുള്ള ഒരു കാര്യം. ഇവിടെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനവും പിന്നാലെ വരുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും പ്രധാനമാവുന്നത്. അതായത് സാധാരണ നമുക്ക് ഏറ്റവും നോൺസെൻസായ വിഷയങ്ങൾ വരെ വലിയ ചർച്ചകൾക്ക് ഇടയാക്കുന്ന വിധത്തിലുള്ള, അതിനുള്ള സാഹചര്യം ഒരുക്കുന്ന വിധത്തിലുള്ള സമയം രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുമായിരുന്നു. കേവലമായ ചർച്ചകൾക്ക് പോലും യോഗ്യതയില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാമായിരുന്നു. എന്നാൽ ഇത്തവണ നമുക്ക് മുന്നിലേക്ക് അങ്ങനെ ഒരു സാധ്യത, ഇനി അഥവാ അങ്ങനെ വന്നാൽ പോലും അതിലൊരു പരിമിതി, അത് വിശദീകരിക്കാനുള്ള സാധ്യത കുറയും എന്നുള്ളത് കൂടി ഉണ്ട്. എങ്കിൽ പോലും അത്തരം കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടക്കാനിടയില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അവർക്ക് പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞു പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ CPIM-ഉം LDFും ഒരു പ്രഖ്യാപനാനന്തരം ഉണ്ടാകുന്ന ഒരു മേൽക്കൈ അവർ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വികസന
വികസന ചർച്ചകൾ, സർക്കാരിൻ്റെ നേട്ടങ്ങൾ, ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള ചർച്ചകളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊണ്ടുപോവുക എന്നുള്ളതാണ് LDFനെ സംബന്ധിച്ച് പ്രധാനം. എന്നാൽ അതിൽ നിന്നും തെന്നി മാറിക്കൊണ്ട് കനകൊലു സ്ട്രാറ്റജിയിൽ മറ്റ് വിഷയങ്ങൾ കേന്ദ്രീകരിക്കപ്പെട്ട് അവരുടെ അജണ്ടയിലേക്ക് ചർച്ചകളിൽ എത്തിക്കുക എന്നുള്ള രീതിയാണ് UDF കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ സമീപ ദിവസങ്ങളിലും സമീപ ആഴ്ചകളിലും കാര്യങ്ങൾ വ്യത്യസ്തമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും 10 വർഷം മുമ്പ് UDF കാലത്ത് എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പഴുതുകളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. മാത്രമല്ല, പെട്ടെന്ന് സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിച്ചു. CPIM, മറ്റ് CPI അടക്കമുള്ള പാർട്ടികൾ, LDF മൊത്തമായിട്ട് ആ തരത്തിലുള്ളൊരു മേൽക്കൈയിലേക്ക് അവർ കടന്നു. വലിയ ബഹുജന പിന്തുണയോടെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ UDFന് ഉണ്ടായിരുന്നു എന്നാണ് അവർ, പ്രത്യേകിച്ചും അവരുടെ പുതുയുഗ യാത്രയുടെ അവസാനം എത്തുന്നതുവരെ ഉണ്ടാകുമ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ചർച്ചകൾ പെട്ടെന്ന് വഴിമാറുന്ന സാഹചര്യമാണ്. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ K. സുധാകരൻ അടക്കമുള്ള ആളുകൾ എതിർ ശബ്ദങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അത്തരം എതിർ ശബ്ദങ്ങൾ പൊട്ടിത്തെറികളായി മാറുമോ എന്നുള്ള ആശങ്കയും നേതൃത്വത്തിനുണ്ട്. അത് ആ മട്ടിലേക്ക് മാറാതെ ഇരുന്നാൽ UDFനും കോൺഗ്രസിനും ഒരു രണ്ടാം ഘട്ടം പുനരാരംഭിക്കാൻ വേണ്ടി എളുപ്പത്തിൽ കഴിയും. ഇല്ലെങ്കിൽ അതിനെ റെഡിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പം ആ മുറിവുണക്കി വരുമ്പം വീണ്ടും സമയം നഷ്ടപ്പെടും. അത്രമാത്രം സമയം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് മികച്ച നിലയിൽ BJPയും സമാനമായ രീതിയിലാണ് അവരുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ പ്രഖ്യാപനത്തിലേക്ക് ആകുന്നേ ഉള്ളൂ. എന്തായാലും ജനകീയമായ പ്രശ്നങ്ങളെ, ഉണ്ടാക്കി നൽകിയ നേട്ടങ്ങളെയും അവർക്ക് അനുകൂലമായി നടത്തിയ പ്രവർത്തനങ്ങളും ഭാവി കേരളത്തിന് ഗുണകരമായ നിലയിലേക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നത് സംബന്ധിച്ച വാഗ്ദാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ തന്നെ നടക്കട്ടെ. മലയാളിക്ക് അല്ലെങ്കിൽ കേരളീയന് ഗുണകരമായ ഭാവി ലഭിക്കും വിധത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണവും അതിനനുസരിച്ച് റിസൾട്ടും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വിട. നന്ദി, നമസ്കാരം.